ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ കുറേ ദിവസമായി എടുത്തു വെച്ചേക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എനിക്കിതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ധനുമാസത്തിലെ തിരുവാതിര വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തൃപ്പാവുമ്പ മഹാദേവ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ തുല്യ പ്രാധാന്യത്തിൽ രണ്ട് പ്രതിഷ്ഠകളാണ്. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം അർഹിക്കുന്ന തൃപ്പാവുമ്പ മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശലഭ സന്തോഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് എന്തെന്നാൽ ധനുമാസത്തിലെ തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ടീമുകൾ തിരുവാതിര കളിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി സുന്ദരികളായി നിൽക്കുകയാണ്. തിരുവാതിര കളിക്കുള്ള കളം ചാണകമൊക്കെ മെഴുകി നടുക്ക് വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നടക്കാൻ പോകുന്നത് ഒരു ഗണപതി സ്തുതിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഗണപതി സ്തുതി. അപ്പോൾ എല്ലാ ടീമും ഒരുമിച്ച് ചേർന്ന് തിരുവാതിര കളി തുടങ്ങി വെക്കുകയാണ്. അതിനുശേഷം ഒരു തിരുവാതിര നിവേദ്യമുണ്ട്. അത് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് ആ തിരുവാതിര നിവേദ്യം. ഇത് എട്ടങ്ങാടി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതിനുശേഷം നറുക്കിട്ട് ആദ്യം നറുക്ക് വീഴുന്നത് ഏത് ടീമിൻ്റെ ആണോ അവർ ആദ്യം കളത്തിൽ തിരുവാതിര കളിക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും കളി തുടങ്ങാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ തിരുവാതിര കളി കാണാൻ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യ ടീമിൻ്റെ തിരുവാതിര കളി തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് ടീമിൻ്റെ തിരുവാതിര കളി മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അവസാന ഭാഗം വരെ കാണുക കേട്ടോ. പറയാതെ
രമണമാര